ഈ ഉടമ്പടി ലാഗ് ചെയ്യാനുണ്ടാകുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധാമ ഇപ്പോൾ നമ്മളോട് അച്ഛനതൊന്നും പഠിച്ചിട്ട് പറയണം കേട്ടോ, ഇതൊന്നും പഠിച്ചിട്ട് പറയണമില്ല. ഇത് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് രാത്രിയും പകലും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെല്ലാം പരിശുദ്ധാത്മാവിന് അറിയാം, എന്തെല്ലാം തരത്തിലാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ സാധ്യത. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ വരുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്കതെല്ലാം മനസ്സിലാവും. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമായിട്ടാണ് വചനങ്ങളും വചനത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ഒരു ജ്ഞാനം പോലെ വെളിപ്പെടുത്തി തരണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മേരി ചാക്കപ്പൻ എന്ന് പറഞ്ഞ സഹോദരി ദിവസം സാക്ഷ്യം പറഞ്ഞു. മേരി ചാക്കപ്പൻ, തൃശ്ശൂർ മാനാഞ്ചിറ. അവിടെ സാക്ഷ്യം എനിക്ക് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം ഒരു 15 സാക്ഷ്യം വെച്ച് പറയുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയല്ല. പണ്ട് കൃപാസനം കൊറോണയ്ക്ക് മുമ്പ് വെറുതെ ഒരു ചൊവ്വാഴ്ച മാത്രമേ സാക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അച്ഛൻ ആൾക്കാർ ഒരു ദിവസം കൊണ്ട് ഇവിടെ വെച്ച് കണ്ടുകൊണ്ടിരിക്കും. എല്ലാവരെയും കാണും. ഉടമ്പടി പുതുക്കുന്ന എല്ലാവരെയും കാണും. ഓറഞ്ച് ചീട്ടുള്ളവർ ഉടമ്പടി ഒരു കൊല്ലമായും പഴക്കമുള്ള അല്ലെങ്കിൽ 9 മാസം പഴക്കമുള്ള ഉടമ്പടിക്കെല്ലാം ഓറഞ്ച് ചീട്ട് കൊടുത്തിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കും. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവരെ കാണുന്നുണ്ട്. എന്താ കാര്യം? ഹൈ എമർജൻസി കേസൊക്കെ വരുമ്പോൾ യെല്ലോ ചീട്ട് കൊടുക്കും, അല്ലാത്തവർക്ക് പച്ചച്ചീട്ട്, 1-2 പുതുക്കെ പച്ചച്ചീട്ട്, ഒരു മിനിറ്റ് സംസാരിക്കാൻ അനുവാദം കൊടുക്കും. അപ്പോൾ ഇത് നല്ല ശുശ്രൂഷ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ സാക്ഷ്യം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം 18, 20, 22 സാക്ഷ്യങ്ങളൊക്കെ ഒരു ദിവസം വരും. അപ്പോൾ അതിനകത്ത് ഒരു സാക്ഷ്യമാണ് മേരി ചാക്കോ മാനാഞ്ചിറ. ആ സാക്ഷ്യം നിർത്തില്ലേ, അതിനൊരു വിഷയം എന്ന് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടി എടുത്തവർക്ക് ഇത് വളരെ ഗുണം ചെയ്യും. ചില അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഒത്തിരിയോ സാക്ഷ്യം വരുമ്പോഴും ഞാൻ ചില ടിപ്പിക്കൽ സാക്ഷ്യം എടുക്കണം. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മകൻ ഒരു ബിസിനസ് ചെയ്തു ഖത്തറിൽ. ആ മകൻ്റെ ബിസിനസ് ഖത്തറിൽ ചെയ്തിട്ട് പിന്നീട് അവൻ നാട്ടിലോട്ട് പോരും. നാട്ടിലോട്ട് പോകുമ്പോൾ അവൻ്റെ കടങ്ങൾ ഒക്കെ വരാൻ ഒരു ചെക്ക് അത് അറബിക്ക് കൊടുത്തിട്ടാണ് പോരണത്. അവിടെ തിരിച്ചു പോകാൻ വേണ്ടിയാണ്, ഇവിടെ വന്നിട്ട് ഇവിടെ കിടക്കാനല്ലേ, തിരിച്ചു പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഉറപ്പിന് ചെക്ക് കൊടുത്തിട്ട് പോരും. പക്ഷേ അറബി ഒരു പരിപാടി ചെയ്യും. ഇവരിങ്ങോട്ട് വന്നപ്പോൾ പിന്നെ കൊറോണയായി, ഫ്ലൈറ്റ് ബ്ലോക്കായി, പോകാൻ പറ്റാത്ത കണ്ടീഷൻസ് വന്ന്. അപ്പോൾ അറബി എന്താ ചെയ്ത്? അറബി അത് കൊണ്ടുപോയി കോടതി പ്രസൻറ്റ് ചെയ്ത് പോരെ. പുലിവാരൻ്റെ പരിപാടി. ഇത് അങ്ങോട്ട് ചെന്ന് അപ്പോൾ അറസ്റ്റ് ചെയ്യും. ഇത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യും. പക്ഷേ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം അവിടെയാണ്, കടയാണ് നടക്കുന്നത്. ഖത്തറിലെ കടയിട്ടിട്ട് ഇങ്ങനെ പോന്നിരിക്കുക. അപ്പോൾ കട കുറച്ചുള്ളതിന് കണ്ട് അതുകൊണ്ട് അറബിക്ക് ചെക്ക് എടുത്തി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ചെക്ക് ഇവൻ ഇപ്പോൾ കൊറോണ ആയപ്പോൾ തിരിച്ചു പോകാൻ വൈകിയപ്പോൾ തന്നെ അറബി നേരെ കൊണ്ടുപോയി കോടതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് അത് കേസാക്കി. അപ്പോൾ ചെന്ന് അവിടെ അറസ്റ്റ് ചെയ്ത് അവനെ കോടതി ഡീലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവൻ്റെ അപ്പൻ അവിടെയുണ്ട് ഖത്തറിൽ. അപ്പോൾ അപ്പൻ അവിടെ ചെന്നിട്ട് 20 പ്രാവശ്യം അപ്പൻ പൈസ കൊണ്ടുപോയി ഈ ചെക്കിൻ്റെ അകത്തുള്ള ചെക്കിൽ പറഞ്ഞിരിക്കുന്ന അത്രയും പൈസ കൊണ്ടുപോയി അറബിയുടെ കൈ കൊടുത്തു. ചെക്കിൻ്റെ അത്രയും പൈസ, കാര്യം മകന് ചെല്ലേണ്ട തിരിച്ചെല്ലണ്ടേ. അപ്പോൾ അത്രയും പൈസ കൊണ്ടുപോയി അപ്പൻ അറബിയുടെ കൊടുത്തു. പ്രശ്നം തീർന്ന്. പക്ഷേ പ്രശ്നം തീരത്തില്ല. എന്താ പ്രശ്നം? ആ പൈസ കോടതി കൊടുക്കേണ്ടതാണ്. കേസ് കോടതിയിലല്ലേ കിടക്കണത്. ആ പൈസ കോടതി കൊടുക്കേണ്ടതാണ്. സിസ്റ്റത്തിൽ കേസ് കിടക്കും. അറബി കൈസും എടുത്ത് പെട്ടിലിട്ട്, പക്ഷേ സിസ്റ്റത്തിൽ കേസ് കിടക്കും. കേസായിട്ട് തന്നെ ഇവൻ ജെല്ലി ഇറങ്ങി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. അതൊരു മണ്ടത്തരായി. അപ്പോൾ പിന്നെ എന്താണ്? അവിടെയും പെട്ട്. പിന്നെ എന്താ മാർഗമുള്ളത്? ഉടനെ നാട്ടിൽ വൈഫ് വന്ന് ഉടമ്പടി ചെയ്തു. ബ്ലോക്കായി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ തടസ്സം, ബന്ധനം, ബ്ലോക്ക് എന്നൊക്കെ പറയലേ. അപ്പോൾ ചെന്ന് പെട്ടിരിക്കെ ഉടനെ ഈ ചേച്ചി വന്ന് മേരി ചക്ക വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് ഈ അപ്പം തന്നെ പല പ്രാവശ്യം ചെന്ന് 20 പ്രാവശ്യം പൈസ കൊണ്ട് അറബിക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ടേ പിന്നെ മകനെ തിരിച്ച് ഖത്തറിൽ കൊണ്ടുവരണ്ടേ? പട്ടണിയിലില്ല, കേസ് സിസ്റ്റത്തിൽ കിടപ്പില്ലേ. പിന്നെ എന്താ മാർഗം? അറബി പോയി കോടതി പറയണം. എന്താണ്? കാശ് റെമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. തരാനുള്ള കാശ് തന്നിട്ടുണ്ട്, അവനെ കേസ് എനിക്ക് കേസില്ല എന്ന്, എനിക്ക് തരാനുള്ള കാശ് സെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കേസില്ലെന്ന് പറയണം. കേസില്ലെന്ന് പറയണമല്ല, ആ കാശ് കോടതി കെട്ടിവെച്ചിട്ട് തിരിച്ചെടുക്കണം. കോടതിക്ക് അറിയണ്ടേ കാശ് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ നൂരാൻ വരും. അതുകൊണ്ട് 20 പ്രാവശ്യം ഇവൻ്റെ അപ്പൻ ഈ അറബിയുടെ ബജ്രിസിൽ പോകും. നിങ്ങൾ ആ സാക്ഷ്യം കേട്ടതായി. കാര്യം ഒത്തിരി നല്ല ഒത്തിരി പേര് ആ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അതായത് ബജ്രിസ് ഓഫീസിൽ പോയിട്ട് 20 പ്രാവശ്യം പോയി. അപ്പോൾ 20 ദിവസം 20 പ്രാവശ്യം പോയിട്ട് പട്ടാങ്ങി പറയും. അപ്പോൾ അറബി പറയണ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ത്യക്കാരൻ്റെ കാര്യത്തിൽ ഞാൻ കോടതി വരത്തില്ല, ഞാൻ ഹൈ സാലറി ഉള്ള അറബി സിറ്റിസനാണ്, ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഷെയിമാണെന്ന് പറയും. ഇന്ത്യക്കാരൻ്റെ കാര്യത്തിന് വേണ്ടി കോടതി ചെല്ലണത് അയാൾക്ക് ഷെയിമാണ്. കാശ് മേടിച്ച് ലോകത്തിൻ്റെ ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഇന്ത്യക്കാരൻ്റെ കാര്യത്തിന് വേണ്ടി കോടതി പറയണത് എനിക്ക് ഷെയിമാണ്, ഞാൻ വരത്തില്ലെന്ന് പറയും. 1-2 പ്രാവശ്യമല്ല. നിങ്ങളാണെന്ന് ആ ഓഫീസിൽ പോയി അറബിയോട് പറയണമെങ്കിൽ എന്ത് വിഷമം നോക്കുണ്ടാവും. അപ്പോൾ അയാൾ വരത്തില്ല, അയാൾ ഷെയിമാണ് അയാൾക്ക് വരണത്. അപ്പോൾ എന്ത് ചെയ്യും? വൈഫ് വന്ന് ഇവിടെ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് വൈഫിൻ്റെ ഉള്ളിലെ ഒരു ബുദ്ധി വരും, പരിശുദ്ധാത്മാവ് കൊടുത്ത ബുദ്ധി. എന്ത് ബുദ്ധിയാണ്? ഇനി ഹസ്ബൻഡ് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോകണം. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശ് രൂപ, ഉടമ്പടി അയിലം എന്നൊക്കെ പറയണതെല്ലാം ഇതുപോലെ പലതരത്തിലുള്ള അതിർത്തി വിലക്കൽ, അശുദ്ധ ജീവികളുടെ ബന്ധനം, രോഗസൗഖ്യം,
തടസ്സം നിവാരണം, ഇങ്ങനെ കുറേ അധികം പ്രാർത്ഥനകളുണ്ട്. ഇങ്ങനെ 12 പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ നിങ്ങൾക്ക് തരണത്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുകയല്ല ചെയ്യണത്, പ്രാർത്ഥനയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് നമ്മൾ. അപ്പം ഞങ്ങൾ പ്രാർത്ഥന പ്രഖ്യാപിച്ചാണ് ഇത് അച്ഛൻ വെഞ്ചരിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റോമ 10:9 അനുസരിച്ചാണ് പ്രാർത്ഥന പ്രഖ്യാപിക്കണത്. പ്രാർത്ഥിച്ച് വെഞ്ചരിക്കുകയല്ല, പ്രാർത്ഥന പ്രഖ്യാപിക്കുക. എന്താണ്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും. 10:9 അനുസരിച്ചുകൊണ്ട്, റോമ 10:9 യേശു കർത്താവാണ്. പിന്നെന്താണ്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടാക്കണം നല്ലതായിരിക്കും. സാമ്പത്തിക കടങ്ങളുള്ളവരും രോഗങ്ങളുള്ളവരും അതിർത്തി തർക്കങ്ങളുള്ളവരും ഏതെങ്കിലും അവസ്ഥയിൽ പോയി പെട്ടിരിക്കുന്നവരൊക്കെ പറയാൻ പറ്റിയ ഏറ്റവും വലിയ റിലീസിങ് ഫോർമുലയാണിത്. എന്താണ്, റോമ 10:9 എന്ന് പറഞ്ഞ് യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഇത് വെച്ചാണ് ഈ വെഞ്ചരിപ്പ് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് ഈ ഫോർമുലയാണ്. എന്താണ്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട്. ഞാനിത് എപ്പോഴും പറയും, എല്ലാ ധ്യാനത്തിലും പറയും. എന്താ കാര്യം എന്നറിയാമോ, ജനങ്ങൾക്ക് അതിൻ്റെ നോ ഹൗ, അതിൻ്റെ ജ്ഞാനസൂത്രം അറിയണം. അല്ലെങ്കിൽ അവർ സാധാരണ ഉപയോഗിക്കും. അങ്ങനെയല്ല, വെഞ്ചരിപ്പിനൊരു ഫോർമുലയുണ്ട്, അതിനൊരു ബേസ്മെൻ്റ് ഉണ്ട്. എന്താണ്, അധരം കൊണ്ട് ഏറ്റുപറയും. എന്താണ് ഏറ്റുപറയണത്, നമ്മൾ യേശു കർത്താവാണ്. അറബിയല്ല കർത്താവ് എന്നതിൻ്റെ അർത്ഥം പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മൾ ഓരോ സാധനത്തിന് ആൻറ്റി വേർഡുണ്ട്, അതിൻ്റെ ആൻറ്റി ഷാഡോ. നമ്മളിവിടെ അറബിയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ ചേച്ചി എന്താ ചെയ്യണത്, ചേച്ചി കത്തലിൽ ചെന്നേച്ചും ഹസ്ബൻഡോട് പറയും, ഇനി നിങ്ങൾ പോകുമ്പോൾ ഈ ഉപ്പും കൊണ്ട് പോകാൻ പറയും. എന്ത് ചെയ്യണം, വിശ്വാസപ്രമാണം ചൊല്ലി അറബിയുടെ പടിക്കൽ ഇട്ടേക്കാൻ പറയും. വിശ്വാസപ്രമാണം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രാർത്ഥനയുടെ മെയിൻ സംഭവം എന്താണ്, വിശ്വാസപ്രമാണം. അതെന്താണ്, അത് റോമ 10:9 എന്താണ്, യേശു കർത്താവാണെന്ന് അത്രയും കൊണ്ട് ഏറ്റു പറയും. അപ്പോൾ പിന്നെ കർത്താക്കന്മാർ വേറെ ആരുമില്ല. ഒരു വില്ലേജ് ഓഫീസർ പറയാണ് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാലും, വരുമാന സർട്ടിഫിക്കറ്റ് തരാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞാലും, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിന് വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ കയറി ഇറങ്ങി വില്ലേജ് ഓഫീസ് നടന്ന അയാൾ തരത്തില്ല. ചിലപ്പോൾ പേടിയാണ് പുള്ളിക്ക്, പറഞ്ഞ പൈസന്മാരാണ് തരികയില്ല. എന്താ കാര്യം, ഇനി റിട്ടയർഡ് ആകാൻ വേണ്ടി 2-3 മാസമേ ഉള്ളതാണ്, മകളെ കെട്ടിക്കാനുള്ളതാണ്. എങ്ങാനും വല്ല കംപ്ലയിൻറ്റ് വന്ന പുള്ളിയുടെ ശമ്പളം പിടിച്ച് വെക്കണം. കാരണം ഒരു വില്ലേജ് ഓഫീസർമാരും തരത്തില്ല. പ്രായമുള്ളവരാണ്, ചെറുപ്പക്കാരാണ്, പിന്നെയൊക്കെ സഹായിക്കും. തലസ്ഥാനമായിട്ട് അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാവരും ഞാൻ കൂട്ടി ഒരുമിച്ച് പറയുകയല്ല. ഓഫീസർമാർ പ്രായമാകും തോറും അവരുടെ പെൻഷൻ പ്രശ്നങ്ങളെക്കുറിച്ചും സർവീസ് ഏരിയയെക്കുറിച്ചൊക്കെ അവർ വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാകും. അവരോട് സേഫ് സോണിലൂടെ അവർ പോകത്തുള്ളൂ. ഒരു പ്രശ്നമായിട്ട് അവസാനം ഉണ്ടാക്കണ്ട, നല്ല പെൻഷൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് അപ്പോൾ അതൊന്നും ചെയ്യണത്. അപ്പോൾ അവർ പേടിച്ചിട്ടാണ് അവിടെ തരാത്തത്. നമ്മൾ ചെല്ലണം, നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ചെല്ലേണ്ട വാക്ക് എന്താണ്, ബൈബിൾ എടുത്തിട്ട് 10:9 വായിക്കണം. എന്താണ്, വില്ലേജ് ഓഫീസറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. പറഞ്ഞു മനസ്സിലായില്ലേ? തഹസിൽദാറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇത് പെട്ടെന്ന് വായിക്കണമല്ലോ, അവർ കുറച്ച് വായിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വചനമല്ലേ വായിക്കണത്. വചനം വായിക്കും തോറും വചനത്തിന് നിനക്ക് അഭിഷേകം തരും. കാര്യം വിശ്വാസം വിട്ടുപോരാത്ത വിശ്വാസമുണ്ട്, വിട്ടുപോരുന്ന വിശ്വാസമുണ്ട്. വിശ്വാസം അഭിഷേകമായില്ലെങ്കിൽ വിട്ടുപോരും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ചില പേപ്പറില്ലേ, പേപ്പറെല്ലാം ഒട്ടിച്ച് ഭിത്തിയെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ പേപ്പർ വരും അല്ലേ. പക്ഷെ നല്ലതല്ലെങ്കിൽ അത് ഉറന്നു പോകും. ഇതുപോലെ ചില ആൾക്കാരുടെ വിശ്വാസം വിട്ടുപോകുന്ന കാര്യം അത് അഭിഷേകമാകാത്തത് കൊണ്ടാണ്. നമ്മൾ ലെവിയുടെ പുസ്തകം പഴയ നിയമത്തിലെ പുസ്തകമാണ്. 21-ാം അധ്യായം 12-ാമത്തെ വാക്യം. ലെവിയ 21-ാം അധ്യായം. ഇതെങ്ങനെയാണ് അഭിഷേകം വന്നില്ലെങ്കിൽ വിട്ടുപോരാൻ സാധ്യതയുണ്ട്. ഓരോ വചനത്തിൻ്റെയും പ്രശ്നം ഇതാണ്, വിശ്വാസത്തിൻ്റെ പ്രശ്നം ഇതാണ്. എങ്ങനെ അഭിഷേകം വരണം എല്ലാ അച്ഛൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ഗുണം ചെയ്യും. ഇവിടെ കണ്ടോ, ലേവ്യ 21:12 ഏറ്റു പറഞ്ഞ് അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോകുകയോ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത്. എന്തെന്നാൽ അഭിഷേക തൈലത്തിന്റെ കിരീടം അവന്റെ മേലുണ്ട്. അഭിഷേകം കിട്ടുമ്പോഴാണ് നമ്മൾ വിട്ടു പോരാത്തത്. അതുപോലെ അഭിഷേകം എങ്ങനെ കിട്ടാം? പെട്ടെന്ന് നമുക്ക് അഭിഷേകം കിട്ടത്തില്ല. അഭിഷേകം പലപ്പോഴും കിട്ടുന്ന ആവർത്തനത്തിലൂടെയാണ്. വചനങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു റോമ 10:9 എന്ന് പറഞ്ഞു. അത് നിങ്ങൾ പ്രാവശ്യം എഴുതി പോയി വായിച്ച്. അങ്ങനെ അഭിഷേകം കിട്ടത്തില്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം എവിടെ പോയാലും. ഇപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷ എഴുതി വിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പരീക്ഷ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ നിലയം വിളിച്ചിരിക്കരുത്. എന്താ കാര്യം? മാർക്ക് നോക്കണ ആളല്ല കർത്താവ്. നിങ്ങൾ എഴുതി വിട്ട പേപ്പറുമല്ല, ഉത്തരപേപ്പറുമല്ല കർത്താവ്. ആരാ കർത്താവ്? യേശുവാണ്. അവൻ ആരാണ്? അവൻ രണ്ട് കാര്യം നമ്മൾ പറയണത്. എന്താ പറയണത്? ഒന്ന്, യേശു കർത്താവാണെന്ന് അത്തരം കണ്ട് നമ്മൾ ഏറ്റു പറയും. യേശു കർത്താവായത് എങ്ങനെയാണ്? മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പോഴാണ്. അപ്പോൾ മരണത്തെക്കാൾ വലുതൊരു സംഭവം നടക്കുക മനുഷ്യനെ ഇല്ല. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിൻ്റെ എല്ലാ മരിച്ച അവസ്ഥകളിൽ നിന്നും
എല്ലാ മരിച്ച അവസ്ഥകൾ, എല്ലാ ബന്ധനങ്ങൾ. ഇപ്പോൾ ഈ മനുഷ്യൻ അതിൽ നിന്നെല്ലാം നമ്മൾ വിടുവിക്കണം. വിടുതൽ പ്രാപിക്കണം. എങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളത് വിശ്വസിക്കും. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിൽ നമുക്ക് അഭിഷേകം കിട്ടും. അല്ല ഒരു വചനം വല്ലപ്പോഴും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അറിയില്ല. ആ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നത്. എന്താണ്? യേശു കർത്താവാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ഒരു കർത്താവും ഇല്ലെന്നതിൻ്റെ അർത്ഥം. തീർന്ന് വേറെ ഒരു കർത്താവുമില്ല. എന്താ? ആകപ്പാടുള്ള കർത്താവ് ആരാണ്? യേശുവാണ്. അവൻ്റെ പ്രത്യേകത എന്താണ്? അവൻ മരിച്ചുവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. ഒന്ന് പറഞ്ഞാൽ യേശുവാണ് കർത്താവ്. അവൻ മരിച്ചുവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പം അപ്പോസ്തലന്മാരുടെ വിശ്വാസം എന്താണ്? ദൈവത്തെ, പിതാവിനെ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ഉയർപ്പിക്കും. കൈയടിച്ച് സ്തുതിക്കട്ടെ. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ. ഏറ്റു പറഞ്ഞേ, നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും മൃതാവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കും. അപ്പൊ ഈ റോമ 10:9 കൂടെ വരണം നമ്മൾക്ക് എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യണത്? എന്താ? യേശു കർത്താവാണെന്ന് അർത്ഥം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമ്മൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേറ്റ് ചെയ്യണമെന്നാണ് അപ്പോസ്തലന്മാർ കണ്ടെത്തിയത്. എന്താണ്? യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവൻ. ഏറ്റു പറഞ്ഞേ, നമ്മുടെ മർത്ത ശരീരങ്ങളെയും മൃതാവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കും. അപ്പോഴ് ഒറ്റ പ്രഖ്യാപനത്തോടെ നമുക്ക് 2 ഇഫക്റ്റാണ് ഇതിൽ വരണത്. ഇപ്പം ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ഇത്തരമൊന്നും എഴുതിയില്ലേ, എനിക്കറിയാൻ കിട്ടുന്ന മാർക്ക്, പക്ഷേ മാർക്ക് വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് വന്നിരിക്കുന്നത്. എന്താ കാര്യം? യേശു അതിനെ ഉയർപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് രോഗത്തിൻ്റെ അവസ്ഥയും. ഇത് തന്നെയാണ് നിനക്ക് ജീവിതത്തിൻ്റെ. ഇപ്പോൾ ചില പറഞ്ഞില്ലേ, അച്ഛാ എൻ്റെ ഇൻ്റർവ്യൂ വളരെ മോശമായിരുന്നു, പൊട്ട ഇൻ്റർവ്യൂ ആണ്. എലിസബത്ത് വർഗീസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറയുന്നുണ്ട്. 70,000 പേര് കണ്ടതാണ് സാക്ഷ്യം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എലിസബത്ത് വർഗീസ്. അവളുടെ സാക്ഷ്യം എന്താ അറിയാമോ? അവൾ 2002 നേഴ്സിംഗ് പാസ്സായതാണ്, BSc. കഴിഞ്ഞ മാസം ഞാനത് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ എന്താണ് ഇത്? അവൾ പറയും, ഞാൻ 2020 വന്ന് 2/2/2020 അന്നാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്, രാവിലെ 9 മണി. എന്താ അത് ഇട്ടിപ്പെട്ട് സാക്ഷ്യമാണ് പറയണത്. എന്താ വെച്ചാൽ 2002 BSc നേഴ്സിംഗ് പാസ് ഔട്ടായിട്ട് ഈ 18 കൊല്ലം അവൾ ഡെഡ് ബോഡി പോലെ ഇരിക്കുകയാണ്. 18ാമത്തെ കൊല്ലം അവൾ വന്നു. എവിടെ വന്നു? കൃപാസനത്തിൽ വന്നു. 9 മണിക്ക് അവൾക്ക് പേപ്പർ കിട്ടിയെന്ന്. ആ സമയം അവർ ഓർത്തിരിക്കുകയും ആ സമയം ഓർത്ത് സാക്ഷ്യം പറയാൻ കാര്യം എന്താ? അവളുടെ ജീവിതം മാറ്റിമറിച്ചത് ആ ഒരു പച്ച പേപ്പറാണ്. അവൾ എന്താ പറഞ്ഞേക്കെന്നറിയാമോ? ഞാൻ OIT എന്ന് ഇവിടെ എഴുതിയപ്പോൾ മുകളിൽ അമ്മ പറഞ്ഞു, ഗവൺമെൻറ് എന്ന് എഴുതി വെക്കടിയെന്ന്. ഗവൺമെൻറ്റിന് ഇവിടുന്ന് കിട്ടുന്നത് എന്ത്? ഗവൺമെൻറ്റുമായിട്ട് എന്ത് ബന്ധം? എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ അമ്മയല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഗവൺമെൻറ് എന്ന് എഴുതി വെച്ചു. അതിൻ്റെ അകത്ത് രാത്രി ആയപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് വിളി വന്ന്, OIT പരീക്ഷ ഇപ്പോൾ അവിടെ എഴുതണില്ല, MOH എഴുതണില്ല. അതുപോലെ ഗവൺമെൻറ് കിങ്ങിൻ്റെ ഹോസ്പിറ്റലിലോട്ട് ഇത് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കിങ്ങിൻ്റെ, രാജാവിൻ്റെ, സൗദിയിലെ രാജാവിൻ്റെ. നിങ്ങൾ ഏജൻസി പറഞ്ഞു നിങ്ങൾ അതിന് പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിച്ചു, അത് ഗവൺമെൻറ്റിനാണ്. അത് ഗവൺമെൻറ്റിനാണ്. എൻ്റെ അമ്മ രാവിലെ പറഞ്ഞാണല്ലോ എന്ന് ഓർത്തുന്നു. രാജാവിൻ്റെ ഇൻ്റർവ്യൂവിന് പോകും. പക്ഷേ ഇവൾ 2002 പാസ് ഔട്ടായ ആൾ 2018 ഇൻ്റർവ്യൂവിന് പോയ നഴ്സുമാർക്ക് അറിയാവുന്ന അവസ്ഥ. 6 മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന്. ഇത്രയും ഗ്യാപ്പിലാണ് വർക്ക് ചെയ്യണത്. ഇത് പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചില്ല, കാര്യം പഠിച്ചിട്ട് എനിക്ക് തലയ്ക്കാറില്ല. ഞാൻ എന്ത് ചെയ്ത്? അച്ഛൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നെന്ന്. ഞാൻ എന്നെ പകുതി പറയുകയല്ല, എൻ്റെ പ്രസംഗം എൻ്റെ കയ്യിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഈശോയ്ക്ക് തന്നതാ. ഞാനത് കേട്ടോണ്ടിരുന്നെന്ന്. അതും കേട്ടോണ്ടിരുന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കണം. എന്താ കാര്യം? കർത്താവ് പ്രവർത്തിക്കുക. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ തലയിലൊന്നും നിൽക്കണില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം, കർത്താവിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നെന്ന്. എന്നിട്ട് ഞാൻ 9 മണിക്ക് ഇൻ്റർവ്യൂ ചെന്നപ്പോഴും ഞാൻ പ്രസംഗം ഓൺ ചെയ്ത് എൻ്റെ പോക്കറ്റ് ഇട്ടിട്ട് ഞാൻ ചെന്ന് അവരെ അവിടെ ഏനൊക്കെ പറഞ്ഞു. കാര്യം എനിക്ക് വെളിവില്ലല്ലോ, എനിക്ക് കിട്ടണില്ല. അവരോട് ഏതാണ്ടൊക്കെ പറഞ്ഞു. അവർ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും പിടിയില്ല. അതൊക്കെ അവൾ നന്നായിട്ട് പറയുന്നുണ്ടത്. പക്ഷേ ഞാൻ ഇറങ്ങിപ്പോകുന്ന അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് എനിക്ക് വിളിയുണ്ടായി, നിങ്ങൾ സെലക്റ്റഡ് ആയെന്ന്. എത്രയോ പേരിൽ നിന്നാണ് അവൾ ഒറ്റയ്ക്ക് സെലക്റ്റഡ് ആകണത്. അവൾ തിരിച്ചു വന്നിട്ട് ജോലിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് സാക്ഷ്യം പറയും, ഇപ്പോൾ ഒരു NRI ഫോം ഞാൻ അന്ന് അമ്മോട് ചോദിച്ചാണ്, ഇനി ഉടമ്പടി എടുക്കും, എനിക്ക് NRI ഫോം തരണമെന്ന് ഇടയാക്കൾ വന്നു. ഇപ്പം അമ്മ തന്നു എന്ന് പറഞ്ഞു. വചനങ്ങളെ, എൻ്റെ മക്കളെ, വചനങ്ങളെ അഭിഷേകമാക്കി മാറ്റണം. ആവർത്തിച്ച് പറഞ്ഞും പ്രാർത്ഥിച്ചുമാണ് വചനങ്ങളെ അഭിഷേകമാക്കി മാറ്റണത്. ഈ അഭിഷേകത്തോടെ നമ്മൾ പോകണം. എവിടെയാണ് തടസ്സമുള്ളത്? ഇവിടെ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ആരാണ് ചെയ്തിരിക്കുന്നത്? അതായത് മേരി ചാക്കപ്പൻ എന്താ ചെയ്തിരിക്കുന്നത്? നേരെ അവിടെ പോയി. എന്താ മേരി ചാക്കപ്പൻ്റെ പ്രശ്നം എന്താ? മേരി ചാക്കപ്പൻ്റെ പ്രശ്നം എന്താ? അവളുടെ കാശ് കൊണ്ട് അറബി എടുത്ത് പോക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് നേരത്തെ. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു അങ്ങയുടെ ദയാകടാക്ഷത്തിന് വേണ്ടി പുറകെ നടക്കും. അയാൾ പറയുന്നത് ഞാൻ വരത്തില്ലെന്ന് പറയും. നിങ്ങൾ എങ്ങനെ ഇവിടെ പോയി തൂങ്ങാൻ പറയും. അവസാനം ഒരു മാർഗ്ഗമില്ല. ഇവർ വൈഫ് ഉടമ്പടി എടുത്ത് അങ്ങോട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് വൈഫ് അവരോട് പറയും, പരിശുദ്ധാത്മാവ് അവർക്ക് പ്രവർത്തിക്കും. ഈ ഹസ്ബൻഡ് പറയും, നിങ്ങൾ ഈ ഉപ്പ് കൊണ്ടുപോയി അറബിയുടെ ബിച്ചിരിസിൽ കവാടത്തിടണം. അതിൽ എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം ചെല്ലണം. തീർന്നു. എന്താ കാര്യം? ഞങ്ങൾ ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് അതിൻ്റെ അകത്ത്
കർത്താവിൻ്റെ ശക്തി ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നത് റിലീസ് ചെയ്യണം എങ്ങനെ, തിരിച്ച് റിലീസ് ചെയ്യണം എങ്ങനെ, വീണ്ടും വിശ്വപ്രമാണം ചെല്ലുമ്പോഴാണ് നമ്മളത് റിലീസ് ചെയ്യണം. പവർ റിലീസ്, അപ്പോൾ വെഞ്ചരിപ്പ് വസ്തുക്കളിലേക്കുള്ള പവർ, ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന പവർ നമ്മൾ വീണ്ടും റിലീസ് ചെയ്യണം. കാര്യം എന്താണ്? എപ്പോഴും ദാനം, എല്ലാ കർത്താവിൻ്റെ വാക്കുകളിലെല്ലാം ദാനമല്ലേ ഇരിക്കുന്നത്. വാഗ്ദാനമെന്ന് ഞാൻ പറയത്തില്ല, വാഗ്ദാനം. ഈശോമിശോയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ എന്നല്ലേ പറയണത്. സർവീസിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അപ്പോൾ വാഗ്ദാനം വരുമ്പോൾ പരിശുദ്ധ മാതാവ് ഉത്സവം അതോടെ ഉണ്ടാവും. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം റിലീസ് ചെയ്യാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന പേരാണ് പരിശുദ്ധ കന്യാസ്ത്രീ മറിയം. കൈയിട്ടിച്ച് സ്തുതിക്കട്ടെ. അപ്പോൾ ഈ വാഗ്ദാനം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ദാനത്തിൻ്റെ രൂപത്തിലാണ് വാക്കിൻ്റെ ഉള്ളിൽ പോലെ ഇരിക്കുന്നത്. വെഞ്ചരിപ്പിൽ ഞങ്ങൾ ചെല്ലുന്ന വാക്കാണ് പറയണത്. യേശുവിൻ്റെ നാമത്തിലെ യേശുവിൻ്റെ നാമത്തെ വാക്ക് പറയുമ്പോൾ അത് ദൈവാനുഗ്രഹമായിട്ട് മാറും, ദാനമായിട്ട് മാറും. ഈ വാഗ്ദാനത്തിൽ നിന്ന് നമുക്ക് ഈ ദാനത്തെ റിലീസ് ചെയ്യാൻ പറ്റും. അവിടെ ദാനം ആരാണ്? യേശുവാണ്. ദൈവത്തിൻ്റെ ദാനം എന്താണ്? സർവേശ്വരൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുവാണ്. ഒന്ന് പറഞ്ഞേ, സർവേശ്വരൻ്റെ വാഗ്ദാനം ആരാണ്? യേശുവാണ്. മറന്നു പോകരുത്. അപ്പോൾ വാഗ്ദാനങ്ങളിൽ യോഗ്യരാകുവാൻ ആരാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ടത്? സർവേശ്വരൻ്റെ പരിശുദ്ധ ദേവമാതാവ്. അപ്പോൾ സർവേശ്വരൻ്റെ വാഗ്ദാനം ആരാണ്? യേശുവാണ് വാഗ്ദാനം. അപ്പോൾ സർവേശ്വരൻ്റെ വാഗ്ദാനത്തെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപ്പിലേക്കും ഉടമ്പടി തൈലങ്ങളിലേക്കും എല്ലാം ആ കർത്താവിൻ്റെ ശക്തിയാണ് വരണത്. യേശുക്രിസ്തു ശക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? 1 കൊരിന്ത്യൻസ് 1:24 1 കൊരിന്ത്യൻസ് 1:24 ഏറ്റു പറഞ്ഞ് 1 കൊരിന്ത്യൻസ് 1:24 ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ യേശു ക്രിസ്തു, ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഈ വാഗ്ദാനത്തെ നമ്മൾ എന്താ ചെയ്യണത്? ഈശോമിശ വാഗ്ദാനത്തെ നമ്മൾ പ്രാപിക്കണല്ലേ ചെയ്യണത് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ആരാണ്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാണ്? ശക്തി. മനസ്സിലായില്ലേ? യേശു ക്രിസ്തു ആരാണ്? ശക്തി. ഈ ശക്തി നമ്മുടെ ബോഡിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് സൗഖ്യം. ഈ ശക്തി നമ്മളുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വന്നാൽ അത് ബ്ലെസ്സിങ്. ഈ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ അത് കൃപ. പിടിയില്ലേ? എല്ലാം ആരാണ്? യേശുവാണ്. അപ്പോൾ യേശുവാണ് ഈ വിശ്വാസപ്രമാണം ചൊല്ലി അറബിയുടെ വാതിക്കെ കൊണ്ടുപോയിട്ട് ബജീസെ വായിക്കൊണ്ടുപോയിട്ട് ഇവൾ ഈ ചേട്ടൻ വിശ്വാസപ്രമാണത്തിൽ ഒപ്പിടും. എന്താണ്? യേശുവിനെ അവിടെ റിലീസ് ചെയ്യും. എന്താണ് യേശു എന്നെ റിലീസ് ചെയ്താലുള്ള കുഴപ്പം എന്താ? എല്ലാ നാമങ്ങളുടെയും കീഴിലാണ്, യേശുവിൻ്റെ നാമത്തിൻ്റെ കീഴിലാണ് ഏത് അറബിയും. പറഞ്ഞ മനസ്സിലായില്ലേ? യേശുനാമത്തിൻ്റെ ശക്തി അറിയണം. ഏത് അറബി ആയാലും ആരായാലും ഏത് മനുഷ്യനായാലും ഇനി തിന്മയുടെ ശക്തിയാണെങ്കിൽ അതും എന്തിൻ്റെ കീഴിലാണ്? യേശുവിൻ്റെ നാമത്തിൻ്റെ കീഴിലാണ്. ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൻ്റെ കീഴിലാണ് എല്ലാ ശക്തികളും. അപ്പം യേശുവിൻ്റെ നാമത്തിന്, അതുകൊണ്ടാണ് പത്രോസൊക്കെ പറയണത് 4:12 മറ്റൊരുവരിലും രക്ഷയില്ല. നടപടി 4:12 പറയത്തില്ലേ? മറ്റൊരുവരിലും രക്ഷയില്ല. ഏറ്റു പറഞ്ഞേ, ആകാശത്തിനും ഭൂമിക്കുമിടയിലെ മനുഷ്യന് രക്ഷ നൽകാൻ, ശക്തി നൽകാൻ, സൗഖ്യം നൽകാൻ, ബന്ധനത്തിന് വിടുതൽ നൽകാൻ ഒരു നാമമേ ഏകപ്പെട്ടിട്ടുള്ളൂ, കർത്താവായ യേശുക്രിസ്തു. സാക്ഷ്യങ്ങൾ എല്ലാം കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്. കാര്യം ഉടമ്പടി സാക്ഷ്യങ്ങൾ പലപ്പോഴും വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടിയുടെ നിയമപ്രകാരം നമ്മളുടെ മെരിറ്റിലല്ല, നമ്മുടെ യോഗ്യതയിലല്ല. അതുകൊണ്ടാണ് നമ്മുടെ പരിമിതികളെ അതിലംഘിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. നമ്മുടെ പരിമിതികളെ, നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ പരിമിതികൾ കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളും നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ പരിമിതികളാണ് കാരണം. ആത്മീയ പരിമിതി, വിദ്യാഭ്യാസ പരിമിതി, അതുപോലെ തന്നെ ഭൗതിക പരിമിതികൾ, ലിമിറ്റേഷൻസാണ്. ഈ ലിമിറ്റേഷന് അൺലിമിറ്റഡ് ആക്കുന്നതാണ് ഉടമ്പടിയുടെ സാധ്യത എന്ന് പറയുന്നത്. പരിമിതികളെ, പരാധീനതകളെ അതിലംഘിക്കുന്നതാണ്. അതെങ്ങനെയാണ് ഈ പരിമിതികളെ അതിലംഘിക്കുന്നത്? ഇപ്പോഴൊരു മോളൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, എന്നാൽ അവർ പറഞ്ഞ, അതായത് അവർ പറഞ്ഞ ഇതാണ്, ഞാനൊരു മലയാളം സ്റ്റുഡൻറ്റാണ് അല്ലേ, എൻ്റെ ഇവിടെ കോമ്പീറ്റ് ചെയ്യുന്ന ആരാണ്? ICS സ്റ്റുഡൻസാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. CBSE സ്റ്റുഡൻസും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം സ്റ്റുഡൻ്റായി എനിക്ക് IELTS-ന് അല്ലെങ്കിൽ OET-ക്ക് സ്വാഭാവികമായിട്ടും മാർക്ക് കിട്ടുന്നതിന് പരിമിതികളുണ്ട്. ട്രെയിൻഡ് അല്ലല്ലോ. ICS സ്റ്റുഡൻസിന് അത് ഇൻ്റർനാഷണൽ സിലബസ് ഉപയോഗിക്കുന്നവരാണ്, ഇംഗ്ലീഷിൻ്റെ. അവരെ കവർ ചെയ്തുകൊണ്ടാണ് ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നയാൾ ഇപ്പോൾ ആ ഇൻ്റർവ്യൂവിന് മാർക്ക് വാങ്ങിക്കുകയും ആ നൈപുണ്യ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുകയും ജോലി നേടുകയും ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഉടമ്പടി നമ്മുടെ പരിമിതികളെ, നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ, ഇപ്പോൾ അവസാനം കേട്ട സാക്ഷി എന്താ അവർ പറയണത്? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ പറയും, ഓ പരീക്ഷ കിട്ടുമെങ്കിൽ എല്ലാം കിട്ടും, പോവുമെങ്കിൽ
എല്ലാം പോകും. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ, അതാണ് സംഭവം. അപ്പോൾ അവൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, അനിയത്തിക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അനിയത്തിൻ്റെ ആത്മവിശ്വാസക്കുറവിനെ അതിലംഘിച്ചുകൊണ്ടാണ്, അതിനെ പരിഹരിച്ചുകൊണ്ടാണ് ഉടമ്പടി വരണത്. നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ, അപ്പോൾ നമ്മൾ മാതാവിൻ്റെ റേഞ്ചിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ എൻ്റെ മക്കളെപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റണത് പോലെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിച്ചു പോകണം. ഇതിൻ്റെ അകത്ത് കുറച്ച്, അതായത് മാക്സിമം എന്തുമാത്രം നമുക്ക് പറ്റാം അത്രയും. അല്ലാതെ നിങ്ങൾ ഭ്രാന്തിലൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സങ്കടപ്പെടുക എന്തില്ല, അയ്യോ എനിക്കത് രാവിലെ 5:30 തന്നെ എഴുന്നേക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് വചനം വായിച്ച അരമണിക്കൂറായി കാണുമോ, 20 മിനിറ്റല്ലേ വായിക്കാൻ പറ്റുള്ളൂ, 10 മിനിറ്റല്ലേ വായിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറ്റബോധം വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? എൻ്റെ മക്കളുടെ മനസ്സിലുള്ള ശ്രമമാണ്. മനസ്സിലായ? നിങ്ങളതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ദൈവത്തിരുസന്നിധി നെഗ്ലി ചെയ്യുക. അതിങ്ങനെ വേണേൽ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചും കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ചും മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ വിജയിച്ചാലും തോറ്റാലും ദൈവത്തിരുസന്നിധിയിൽ ആ വിജയത്തിനോ തോൽവിക്കോ പ്രത്യേക മൂല്യമില്ല. അതുകൊണ്ടാണ് നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യവസായം ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ പറയരുത് എന്നല്ലേ യാക്കോബിൻ്റെ ലേഖനത്തിലുള്ളത്. നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യവസായം ചെയ്ത് കൂടുതൽ ലാഭമുണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത് എന്ന് പറയണം. പിന്നെ എന്ത് പറയണം? കർത്താവ് മനസ്സാകുന്നെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും. അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ വിജയത്തിനോ പരാജയത്തിനേക്കാളുപരി ദൈവത്തിൻ്റെ മനസ്സിനാണ് ഒരു വില. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനൊരു വിലയിട്ട് വേണം എപ്പോഴും പ്രെയർ ചെയ്തു പോകാൻ. നിങ്ങളുടെ മനസ്സിനൊരു വിലയിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരാജയം ദൈവത്തിൻ്റെ പേരിലാക്കിയെടുക്കും. ഞാൻ ഉടമ്പടി ചെയ്തിട്ടും എനിക്ക് അതിൻ്റെ അകത്ത് സൗഖ്യം ലഭിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ സൗഖ്യം ലഭിക്കാത്ത അവസ്ഥകൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാക്കിയെടുക്കും. അപ്പോഴത് കൂടുതൽ ആധ്യാത്മിക പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ വേണ്ട. നമ്മൾ കർത്താവിൻ്റെ മനസ്സിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം അതിലുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രഥമ ദൃഷ്ടിയ അനീതി അനുഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉടമ്പടി കിട്ടിയത് അമ്മ തന്നത് 2015 ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയത് 89 തുടങ്ങിയതാണ്. ഈ ധ്യാനകേന്ദ്രം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ട് തന്നെ ഇപ്പോൾ 19 കൊല്ലമായി. അതുവരെ ജനങ്ങളുടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമ്പടി വന്നത് പഴയ 30 സാക്ഷ്യത്തിന് പകരം ഇപ്പോൾ 450 സാക്ഷ്യങ്ങളായ ഒറ്റയടിക്കാണിത് കൂടുകയും ഗുണനിലവാരങ്ങൾ വർദ്ധിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഉടമ്പടി ഒരു ഭയങ്കര പ്രാർത്ഥന തന്നെയാണ്. കാര്യം ഞങ്ങൾ അതില്ലാതിരുന്ന കാലം ഞങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് പലർക്കും ഉടമ്പടി കൃപാസനത്തെ അറിയാവുന്നത് ഉടമ്പടിക്ക് ശേഷമാണ്. ഉടമ്പടി ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. അതിൽ 37 സാക്ഷ്യം വരെ വരുമായിരുന്നു. ഇന്ന് ആ സമയത്ത് 370 അല്ല 420ഓളം സാക്ഷ്യങ്ങളാണ് നമുക്ക് കൗണ്ട് ചെയ്യണത്. എത്രയോ പേര് പറയാതെ പോയിരിക്കണം. ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടത് എത്ര മണിക്കാണ്? 6 മാസം 1 കൊല്ലം കഴിഞ്ഞല്ലേ കേട്ടത്. അവരൊക്കെ ചിലപ്പോൾ ലീവിന് പോകുമായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് പോകുമായിരിക്കും, വരുമ്പോഴായിരിക്കും പറയണത്. എപ്പോഴും നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ, അതാണ് സ്വാഭാവികമായിട്ടുള്ളത്. പക്ഷേ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ആരോഗ്യകരമായ ഒരവസ്ഥ എന്താണെന്നറിയാമോ? ദൈവം നമ്മൾക്ക് കടക്കാനായി നിൽക്കണം. പലപ്പോഴും വരണത് എന്താണ്? നമ്മൾ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതത്ര ഹെൽത്തി അല്ല. ഞാൻ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായി? 4 നൂറ്റാണ്ട് 30 വർഷമായില്ലേ. അപ്പോൾ ഇവരുടെ ആധ്യാത്മികതയുടെ ഓരോ ഘട്ടങ്ങളും പരിശോധിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണം ഇതാണ്: ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ ആയിരിക്കണം. ഈ പത്രോസ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. പത്രോസിന് ഇങ്ങോട്ട് കൊടുക്കുക, ആ അക്കൗണ്ട് ക്ലോസ് ആകുമ്പോൾ പത്രോസിന് കർത്താവ് തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ആ അക്കൗണ്ട് ക്ലോസ് ആകുന്നത്. അത് ക്യാരി ഓവർ ചെയ്ത് അടുത്ത പേജിലോട്ട് പോകുമ്പോൾ, പുനരുത്ഥാനത്തിൻ്റെ പേജ് വരുമ്പോൾ പത്രോസിന് ഈശോ കടക്കാനായി നിൽക്കുന്നത് കാണാം. അതെങ്ങനെയാണ് പത്രോസ് ഈശോന് അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെ ആ കണക്ക് വന്ന് അവസാനിക്കാൻ കാര്യം എന്താ? അമ്മയും അങ്ങനെയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് കണക്ക് തീർക്കുമ്പോഴേ ദൈവം അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള പോലെ കണക്ക് വന്ന് അവസാനിപ്പിക്കുന്നത്. കൈയിടിച്ച് കിടത്താണ്.